നമ്മളിപ്പോൾ എവിടാ? ഗൈസ്, ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ കണ്ട് അവര് ഞങ്ങളോട് ചോദിച്ച് ഗോവ പാക്കേജിന് അവരുടെ ഗോവ പാക്കേജിന് എത്ര ആവും ചോദിച്ചു. ഗസ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് 100 rupees ഒരു ഫ്രൂട്ടി. ഇന്ന് ചേച്ചി ഒന്ന് പൊക്കി പറഞ്ഞേ, ആരാ ഗസ് ചെയ്തേ? ഗസ് ചെയ്ത് നമ്മുടെ കുറച്ചും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞു. കറക്റ്റ് ആൻസർ ആരാ പറഞ്ഞേ? അതിന് ഏകദേശം വരുന്നത്. അപ്പൊ ആരാ? അമ്മ പറയാൻ പോയായിരുന്നു, ഞാനങ്ങനെ അടിക്കടി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങ് വായടച്ചു. നമ്മളിപ്പോ എവിടെ ഉള്ളത്? മ്യൂസിയം ഒന്നോ ഡൈനോസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ്. ടു വേ ടോക്കീസിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയതിൽ 3ാമത്തെ ദിവസം നമ്മൾ സൂയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികൾക്ക് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂയിലും മ്യൂസിയത്തിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പാസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സൂയിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 12 മണി 12:30 ആ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആ സമയമായി എല്ലാവരും എണ്ണീറ്റ് ഫ്രഷായി. കാരണം ഇത്രയും പേര് റെഡി ആയിട്ട് വരണ്ടേ. നമ്മൾ 3 റൂമാണെങ്കിൽ പോലും ഞങ്ങളൊക്കെ എണ്ണിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അനിയനും കൂടി എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ചില്ലടിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം അവൻ ഓൾറെഡി ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, അനിയൻ. സോ അപ്പോൾ അവൻ ഇതൊക്കെ കണ്ട് പഴകിയ സ്ഥലങ്ങളാണ്. ഇതൊന്നും ഇല്ലായിരുന്നു, അവനത്രേ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവൻ ഇവിടെ പഠിക്കുന്ന ടൈമിൽ, ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന ടൈമിൽ, നമ്മളും വരുന്ന ടൈമിൽ ഞാനും അവരും അമ്മായിയും ഒക്കെ പോയിട്ടും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. പിന്നെ എന്തൊക്കെയൊക്കെ പുതിയ മാറ്റങ്ങൾ വന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കറങ്ങി എല്ലാവരും മാറി ക്യാമറ പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രം പിടിച്ചു, എൻ്റെ കൈക്ക് മാത്രം പ്രോബ്ലം വരണ്ടാന്ന് എല്ലാവരും തന്നെ ഫോൺ മാറി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാസും കാര്യങ്ങളൊക്കെ എടുത്ത കാര്യങ്ങളാണ് എല്ലാവരെയും കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാണാനായിട്ട് കയറുകയാണ്. അവിടെ വന്നിട്ട് നമ്മൾ ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ പാസ് എടുത്തതിന് ശേഷം അവിടെ കയറുന്നതിന് മുമ്പായിട്ട് ആ എൻട്രിയിൽ കാണിക്കണം. ലൈക്ക് നമ്മൾ പാസ് എടുത്തത് അവിടെ കാണിച്ച് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നടക്കാൻ തുടങ്ങിയ നടത്തം ഒരു 3:30-3:45 വരെ നമ്മൾ ഇങ്ങനെ തന്നെ നടന്ന് നമ്മുടെ കയ്യിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ അവിടുന്ന് കയറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും നമ്മളവിടെ കളഞ്ഞിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നു. നടന്ന് എന്നാൽ പക്ഷേ വലിയ വെയിലോ ചൂടോ കാര്യങ്ങളോ ഒന്നും, കാരണം ഫുള്ള് മരങ്ങളും കാറ്റും ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് വെള്ളം ദാഹിച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തുടക്കത്തിൽ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? തുടക്കത്തിൽ നമ്മൾ മറ്റേ എന്തോ ഒരു കുരങ്ങ്, എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ നാവിൻ്റെ തുമ്പിലിരിക്കുന്നു, കിട്ടുന്നില്ല. എന്തോ ഒരു കുരങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. കാരണം അതെല്ലാവരും കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. സോ നമ്മുടെ തുടക്കം നമ്മൾ അതിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോന്നും കണ്ടിട്ടാണ് മുൻപിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ, ന്യൂ ഇയറും ക്രിസ്മസും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവരെന്താ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നതെന്ന്. 1-2 പേര് ചോദിച്ചു, വ്ളോഗേഴ്സാണ്. നമ്മൾ പറഞ്ഞ് ചെറിയ രീതിക്ക് നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ച് നമ്മുടെ ചാനലൊക്കെ 1-2 പേര് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫ്രണ്ടിലേക്ക് നടന്ന് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സൈഡിൽ കൂടുതൽ എനിക്കത് ബേർഡ്സ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആനിമൽസിൻ്റെ കുറച്ചും കൂടിയൊക്കെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ആനിമൽ സെക്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ഇടത്തൊക്കെ ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഇപ്പം പണ്ടത്തെ കൂട്ടധികം അങ്ങനെ ഇതൊന്നും തന്നെ ഇല്ല അവിടെ. സോ കുറച്ചൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളായിരുന്നു. പിന്നെ കുറേ എടുത്ത് റെനോവേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളെല്ലാം തന്നെ ഓടിച്ചു. പക്ഷേ എന്തായാലും ഫുള്ള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് അവിടെ പോയിട്ടിപ്പം എനിക്ക് 1-2 സ്ഥലങ്ങൾ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. പാമ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്ന ആ ഒരു ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പം അവിടെ നമുക്ക് ഫോണോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും തന്നെ എടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഓടിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഓരോ ഭാഗങ്ങൾ, ഇതിപ്പോൾ ഞാൻ എടുത്ത വീഡിയോ അല്ല തോന്നുന്നു.
ഇത് എൻ്റെ അനിയൻ എന്തോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ. അപ്പോൾ ഇത് കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് ഒട്ടകപ്പക്ഷിയോ എന്തോ ആണെന്ന് തോന്നുന്നു. അതെ ഒട്ടകപ്പക്ഷിയായിരുന്നു അത്. സോ നമ്മളിങ്ങനെ ഓടിച്ച് കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിലെന്തോ ഒരു 3-4 ഒട്ടകപ്പക്ഷികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനെ ഒന്ന് കണ്ടു. കുഞ്ഞവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ടിട്ട് നമ്മൾ പതിയെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നതിന് ശേഷം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് വെള്ളിമൂങ്ങേനെയാണ്. നമ്മൾ ആ ഇറങ്ങുന്ന ആ ഒരു സൈഡിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം ഒത്തിരി വെറൈറ്റി ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനെ കാണാൻ വേണ്ടി പോയി. വെള്ളിമൂങ്ങ അവിടെ 2 വെള്ളിമൂങ്ങ എന്തോ ഉണ്ടായിരുന്നു. 2 വെള്ളിമൂങ്ങയും അതിൻ്റെ ടോപ്പിൽ എന്തോ കയറി ഒളിച്ച് നിൽക്കുകയാണ്. നമുക്ക് നല്ലതുപോലെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓടിച്ച് നമ്മൾ എന്നാലും കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേസ് പിന്നെ നമ്മൾ അതിന് ശേഷം അങ്ങോട്ടേക്ക് നടന്നു പോയി. പിന്നെ നമ്മൾ കണ്ടത് ഹിമാലയൻ കഴുകനെ കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ വേറെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വെള്ളം മേടിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയാൽ നമുക്കൊന്ന് കുടിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളെല്ലാവരും നിർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഹിമാലയൻ കഴുകനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിമാലയൻ കഴുകനെ നമ്മൾ കണ്ടു. ഹിമാലയൻ കഴുകനെ കണ്ടപ്പം ഞാൻ അവന് പറഞ്ഞു കൊടുക്കായിരുന്നു, സോഷ്യൽ സയൻസിൽ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഞാനൊക്കെ 8th പഠിക്കുന്ന ടൈമിൽ നമുക്കുണ്ടായിരുന്നു സോഷ്യൽ സയൻസിൽ ഇത് പഠിക്കാൻ. പശ്ചിമഘട്ടവും ഹിമാലയൻ കഴുകനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തടുത്തേക്ക് പോകുമായിരുന്നു. ഇവിടെ നമ്മൾ എന്തിനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? കുറേ ദിവസമായതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതേണ്ടേ ഹിമാലയൻ കഴുകൻ. ഇതിനെയാണ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മൾ ആ സൈഡിലേക്ക് വന്നിട്ട് ഇതിനെ കാണാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 1-2 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടാണ് അടുത്തടുത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേയും കൂടിയൊക്കെ ഫ്രണ്ടിലേക്ക് നടന്ന് വന്ന റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഈ ദൈവദൂതനെ പോലൊക്കെ ഓരോരുത്തരും വരുന്ന പോലെയാണ് ഒരു പയ്യൻ അവിടെ ഒരു ബോട്ടിൽ വെള്ളവും കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം റെസ്റ്റിംഗ് ഏരിയയിൽ പോകേണ്ട റെസ്റ്റിംഗ് ഏരിയയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പയ്യനോട് ഇച്ചിരി വെള്ളം ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെയാണ് കണ്ടിട്ട്. ഇതിനെന്താണ് പേര് പറയുന്നത്? അറിയത്തില്ല. നല്ല അനിയൻ, അവനൊരു തേങ്ങ അറിയാം. ഇത് ഞങ്ങളുടെ എല്ലാമെല്ലാമായ മമ്മി. സന്തൂറാണെന്ന് പറയും, പക്ഷെ സന്തൂർ അല്ല, വിവലിന്റെ പകുതി. വിവലിന്റെ പകുതി. ഓൾഡ് മോട്ടി സോപ്പ് ഓൾഡ് ഈസ് ഗോൾഡ്. പിന്നെ ഇത് സന്തൂർ മമ്മിയെ പോലെ ഇരുന്നാലും സന്തൂർ മമ്മിയാണ് കരികട മമ്മി. പിന്നെ ഞാനിത് 18 ചുമ്മാതാ 30. ഇവർ കൂടെ പറയാം. എനിക്ക് 29, ഇവർക്ക് 30. മഴക്കാലത്ത് വേണം അതുണ്ടാക്കാൻ വിലയ്ക്ക് വാങ്ങിക്കാൻ പോകും എൻ്റെ മോള്. അത് സത്യം. എത്ര രൂപ കൊടുത്ത് വേണേലും വിലയ്ക്ക് ഇങ്ങോട്ട് മേടിച്ചിട്ട് അവളുമാർ എന്നെ പറഞ്ഞവിടെ കട്ട് ചെയ്തേ. ഹലോ, എന്തൊക്കെയുണ്ട് അമ്മേ? കട്ടില മുറിയിൽ കെട്ടി. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കുന്നും മലകളും താണ്ടി പിടിച്ച് അടുത്തടുത്തേക്ക് നമ്മൾ കാണാൻ പോകുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ ഇടത്തും ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ വന്ന് ഒരിടത്തിരുന്നു, റെസ്റ്റ് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് മാമിയും വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ കണ്ടത് സിംഹത്തിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ദേ നിങ്ങൾ നോക്കൂ, നമ്മുടെ സിംഹം അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ഇച്ചിരി പ്രായമുള്ള സിംഹമാണെന്നാണ് അവിടെ നിന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സിംഹം ആ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് എന്തോ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കണ്ടിട്ട് പതിയെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു. നമ്മൾ ഒരു സ്ഥലം കാണും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യും, ഒരു സ്ഥലം കാണും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം പോലെ എന്തൊക്കെയൊക്കെയോ ഒരു സൈഡിലുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ കുറച്ച് നേരം ഒന്ന് പോയി. വേറെ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ, അത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വലിയ വെള്ളച്ചാട്ടം, മറ്റേ ഓസിന്ന് എന്തോ വെള്ളം വിടുന്ന ഒരു ടൈപ്പാണ്. അതെന്തോ ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് കുറച്ച് നേരം ഒരു സൈഡിൽ നിന്നിട്ട് അതും ഞാനൊന്ന് കണ്ടു. വേറെ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് പോയി കണ്ടു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊരു കുട്ടി 1-2 റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു.
നമ്മൾ ഇത്രയൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബി ഓൾ ബൈ.